സത്യട്ടാ ചായ. മോൾ എഴുന്നേറ്റില്ല അർച്ചേ? എവിടെ എഴുന്നേക്കാൻ? ഇന്നലെ അച്ഛനും മോളും കൂടെ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് എത്ര മണിക്കാ കിടന്ന് ഉറങ്ങി? ഇനി അവളെ എഴുന്നേക്കണേ 8 മണിയെങ്കിലോ? സത്യേട്ടനാ ഇങ്ങനെ അവളെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അർച്ചേ, അവളിപ്പോ ചെറിയ ക്ലാസ്സിലല്ലേ, ഇപ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റൂ. ചൂടായി കഴിഞ്ഞാൽ വലിയ ക്ലാസ്സിലാവും, പിന്നെ പഠിത്തം മാത്രമാവും. ആ, ഈ പ്രായത്തിൽ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. പഠിത്തമായിരുന്നു, രാവിലെ രാത്രി ഒക്കെ. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ലല്ലോ. എന്താ ആവാത്തത്? പഞ്ചായത്ത് മെമ്പർ ആവാന്നുള്ള നിസ്സാര കാര്യമാണോ? അതിനിപ്പോ പഠിത്തത്തിന്റെ ആവശ്യമില്ലല്ലോ. പോരാത്തതിന് എഴുത്തും വായന അറിയണ്ട. നീ പഠിച്ചതൊക്കെ വേസ്റ്റാ. ഓ, സത്യേട്ടൻ പഠിച്ചത് ഉപകാരപ്പെട്ടല്ലോ, അത് മതി. എന്താ സംശയം? ഞാനൊരു സബ് ഇൻസ്പെക്ടറാണ്. പഠിച്ചാൽ മാത്രം എത്താൻ കഴിയുന്ന ഒരു പദവിയാ അത്. ഓ, എന്നിട്ടൊരു ചായ ഉണ്ടാക്കി കഴിക്കാൻ അറിയില്ലല്ലോ. ആർച്ചേ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും ചായയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. എനിക്ക് നാളെ വീട്ടിൽ പോകണം. അച്ഛന് സുഖമില്ലാതിരിക്കുക. ഇന്നലെ കൂടെ വിളിച്ചിരുന്നു എന്നെ കാണണമെന്നും പറഞ്ഞിട്ട്. 2 ദിവസം അച്ഛനും മോളും കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ആഹാ. ഇതൊക്കെ ആര് തീരുമാനിച്ചു? ഏതൊക്കെ? വീട്ടിൽ പോകുന്ന കാര്യം ആര് തീരുമാനിക്കാൻ? ഞാൻ തീരുമാനിച്ചു. അർച്ചേ, നീ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം മറക്കല്ലോ. എങ്ങനെ മറക്കാൻ? ജീവിതത്തിലുണ്ടാവുന്ന ദുരന്തങ്ങൾ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സത്യേട്ടാ? കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ഏത് കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിലും ഭർത്താവിനോട് ചോദിച്ച് അനുവാദം വാങ്ങണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കുടുംബത്തിന്റെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭരണഘടന ഞാൻ കണ്ടിട്ടില്ല. അത് കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഉള്ള നിയമങ്ങളാ. സത്യേട്ടനെ പോലുള്ള ആണുങ്ങൾ ഉണ്ടാക്കി വെച്ച നിയമം. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ആർച്ച, എന്തൊക്കെ പറഞ്ഞാലും നീ എങ്ങും പോകുന്നില്ല. കാരണം നിന്നെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ട് 4 മാസമായി. നമ്മൾ 3 പേരും കൂടെ ഒരു ദിവസം രാത്രി അവിടെ കയറി ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഇറങ്ങി പോന്നതാ. അതിനുശേഷം ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? നീ അച്ഛനെ ദിവസവും വീഡിയോ കോൾ വിളിച്ച് കാണുന്നുണ്ടല്ലോ. ആഹാ, അങ്ങനെയാണോ വേണ്ടത്? പ്രായ അച്ഛനെ നേരിട്ട് ചെന്ന് കണ്ട് വിവരങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ സത്യന്റെ വീട്ടുകാരോട് സത്യയുടെ പെരുമാറുന്ന പോലെ എനിക്ക് പറ്റില്ല. ആർച്ച, എന്തൊക്കെ പറഞ്ഞാലും നീ എങ്ങും പോകുന്നില്ല. ആർച്ച, നീ പോയാ എന്റെ മോളുടെയും കാര്യമോ? എന്ത് കാര്യം? ഞങ്ങളുടെ ഭക്ഷണം, പിന്നെ മോളുടെ വസ്ത്രങ്ങൾ കഴുകണം, അത് തേക്കണം, പിന്നെ ഈ വീട് വൃത്തിയാക്കണ്ടേ. ഓഹോ, അപ്പൊ ഇതൊക്കെയല്ല എന്നെ കൊണ്ടുള്ള ആവശ്യങ്ങള്. ആർച്ച, നീയാണല്ലോ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ. ആ, ഇനി കുറച്ചു ദിവസം അച്ഛനും മോളും കൂടെ ചെയ്താൽ മതി. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പഠിക്കണമായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി ഒന്നും ചെയ്യാതെ സുഖിച്ചങ്ങ് നടന്നു. ഞാൻ അങ്ങനെ ചത്തുപോയാലോ? ഭാഗ്യമൊന്നും വരുന്നു. എന്ത്? അങ്ങനെയൊന്നും ചാവില്ലല്ലോ. സത്യേട്ട, ഒരു തർക്കം വേണ്ട, ഞാൻ പോവും. നിന്നെ പോവാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? സത്യന്റെ സമ്മതം എനിക്കെന്തിനാ? പ്രായപൂർത്തിയ ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് എവിടെ പോകാൻ ആരുടെ ഒരു സഹായം ആവശ്യമില്ല. ഓ, അത് ശരി. അപ്പൊ നീ പോവല്ലേ? കല്യാണം കഴിച്ചു എന്ന് കരുതി ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്നുള്ള നിങ്ങൾ ആണുങ്ങളുടെ ഒരു തോന്നലുണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ, പവിത്രനാ, ചെല്ല്. നീ ചെല്ല്. അവൻ വിളിച്ചതേ സാറേന്നാ, മെമ്പറേന്നല്ല. പിന്നെ നീ എങ്ങും പോവില്ല കേട്ടോ. സാറേ, സാറേ. ഇതോടെ. നമസ്കാരം സാറേ. പിന്നെ മെമ്പർ ഉണ്ടോ ഇവിടെ? പവിത്ര, മെമ്പറെ കാണാൻ വന്ന ഇവിടെ വന്നിട്ട് മെമ്പറെ എന്ന് വിളിക്കണം, അല്ലാതെ സാറേ നല്ല വിളിക്കേണ്ടത്. അല്ലെ, നിങ്ങൾ രണ്ടുപേരും കാണേണ്ട ഒരു ആവശ്യമായിട്ടാണ് ഞാൻ വന്നത്. സാറിന് കാണേണ്ട ഒരു ആവശ്യം ഞാൻ ആദ്യം തന്നെ അങ്ങ് പറയാം. ഈ സദാനത്തിന്റെ കേസിന്റെ കാര്യം എന്നായി? അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ അറിയിക്കാം. പിന്നെ ആ രാജേഷിന്റെ വഴിപ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാന്ന് പറഞ്ഞിട്ട് മെമ്പർ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുത്തോ? അത് ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പവിത്രനോട് ഒരു കാര്യം ചോദിക്കട്ടെ. പവിത്രന്റെ ഭാര്യ ഒരു ദിവസം പവിത്രനോട് അവളുടെ വീട്ടിൽ വരെ ഒന്ന് പോണെന്ന് പറഞ്ഞു നോക്കി. പവിത്രൻ എന്ത് പറയും? മെമ്പർ എന്നെ ഓർത്താനേ പറഞ്ഞത്, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. നീ ഒന്ന് സങ്കല്പിക്കേ. ഇവിടെ കല്യാണം കഴിക്കുന്ന കാര്യം സങ്കല്പിച്ചിട്ട് നടക്കുന്നില്ല. ഇനി ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ സങ്കല്പിക്കാൻ പോണേ. പോട്ടെ, സങ്കല്പിക്കണ്ട. എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോണം. അച്ഛന് സുഖമില്ലാതിരിക്കുക. 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അത് ന്യായമായ കാര്യമാണെന്ന് പവിത്രന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ്. സദാനന്ദന്റെ കേസിന്റെ കാര്യമേ പെട്ടെന്ന് ശരിയാവും കേട്ടോ. അതിനാ സാറേ അങ്ങനെ വർത്താനം പറഞ്ഞേ? പവിത്ര, ഇവിടെ ഞാനും ഇവളും മോളും മാത്രമേ ഉള്ളൂ. ഇവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ അവതാളത്തിലാവൂലേ? അതും സാറ് പറഞ്ഞതിനകത്ത് കാര്യം. ആ,
രാജേഷിന്റെ വഴി പ്രശ്നം ഞാൻ ശരിയാക്കി തരാം. ശരാ എന്റെ സാറേ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് തന്നെ എന്തിനാണ് എന്നെ കുട്ടി ആടിക്കുന്നത്? ബാക്കിയുള്ളവന് ചുറ്റിക്കായിരിക്കോ? പവിത്ര, ഇവള് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? കാര്യം ഞാൻ ഇവളും കൂടെ വഴക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ഇവളോട് ഭയങ്കര സ്നേഹമാണ്. അത് പിന്നെ എനിക്കറിയത്തില്ലേ. അപ്പൊ പവിത്രം പറ, ആർച്ചെ വീട്ടിൽ വിടണോ വേണ്ടേ? അല്ല, ഇപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ എന്ത് മറുപടി പറഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ ഒരു കാര്യം നടക്കത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അല്ല, ഞാൻ പറയുന്നതേ മെമ്പറെ പറഞ്ഞ് വീട്ടിൽ വിടുന്നതല്ലേ നല്ലത്. സാറിന്റെ സമ്മതത്തോടു കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അതല്ല എന്നുണ്ടെങ്കിൽ മെമ്പർ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ചിലപ്പോൾ തിരിച്ചു വന്നില്ലെന്നും ഇരിക്കും. സദാനന്ദന്റെ കേസിന്റെ കാര്യമേ സാർ എടുക്കണ്ട, എനിക്കത് വേണ്ട. ഞാൻ ഇറങ്ങട്ടെ. ആ അലീസേ, എന്നെ മുറ്റ പഠിക്കുവാണോ? അല്ല, ചായ ഇടുക. നേരം പെടുത്തുമ്പോ തൊട്ട് എല്ലാരും തർക്കത്തിലും ബഹളമായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുവാണോ? എന്ത് പറ്റി? ഡോക്ടർ സാറല്ലേ ഇവിടെ? ഉണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാനിതിലെ പോയപ്പോ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി ചെറുതായി കയറി. ഞാനൊരു അത്യാവശ്യ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ സത്യപാല സാറിന്റെ അടുത്ത് വരെ വന്ന. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോ തൊട്ട് അവിടെ എന്തോ ഭയങ്കര തർക്കം. തർക്കോ? ആ, എന്താ കാര്യം? പിന്നെ അവരുടെ വീട്ടിൽ തർക്കം നടക്കാൻ പ്രത്യേകിച്ച് കാര്യം വല്ലതും വേണ്ടേ? ഒരാള് പകലാന്ന് പറഞ്ഞാൽ മറ്റേ ആള് രാത്രിയാന്ന് പറയും. പക്ഷെ എന്ത് കാട്ടവാന്ന് വെച്ചോണ്ട്. അല്ല, എന്നാലും ഇന്നത്തെ തർക്കത്തിന് എന്താ കാര്യം? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്പറുടെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഓ, കാര്യം അവരുടെ അച്ഛനൊക്കെ മേലാതിരിക്കുന്നല്ലേ. മേലാതിരിക്കുന്ന അച്ഛനെ കാണാൻ പോകുന്ന തെറ്റുമല്ലോ ആണോ? ഒരു തെറ്റുമില്ല. ഈ മെമ്പർ എന്ത് ചെയ്തു? ഈ കാര്യം സത്യപാലൻ സാറിനോട് എന്ന് ചോദിച്ചു. സത്യപാലൻ സാർ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനെ ചൊല്ലി ബഹളമായി വഴക്കായി. എനിക്കറിയാൻ മേലെ. ഇതിന്റെ ഇടയിലോട്ട് ഞാൻ ചെന്ന് കയറുകയും ചെയ്തു. എന്നിട്ട് വഴക്ക് മാറിയാ? അവരുടെ വഴക്ക് ഇപ്പോഴൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒരു കണക്കിന് നോക്കിയാൽ ഈ മെമ്പർ പറയുന്നതിനകത്തും കാര്യമുണ്ട്. സ്വന്തം അച്ഛനെ ഒന്ന് കാണാൻ പോകുന്നത് തെറ്റാണോ? പക്ഷെ സത്യപാലൻ സാർ പറയുന്നതിനകത്തും കാര്യമുണ്ട്. മെമ്പർ പോയി കഴിഞ്ഞാൽ സത്യപാലൻ സാർ ഒറ്റയ്ക്കല്ലേ. പുള്ളിക്കാണ് മെമ്പർ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ അറിയത്തുമില്ല. സാറാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പാ, അറിയാലോ. പുള്ളി വീട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരു ചായ പോലും കുടിക്കുകയില്ല. എന്തിനാണ് പറയുന്നത്? പുറത്തൊരു അനാവശ്യ കമ്പനിയില്ല. സാറാണ് ഭയങ്കര കുടുംബസ്നേഹിയ. അങ്ങനെയുള്ള ഒരാൾക്ക് ഭാര്യ അടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്തോരം പ്രയാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഈ സാറ് സ്നേഹം കൊണ്ട് പറയുന്ന ഇതാണ് ഈ മെമ്പർക്ക് മനസ്സിലാവുകയില്ല. ഇനി പറഞ്ഞിട്ട് തന്നെ കാര്യം? ഞാൻ വന്ന കാര്യം നടന്നുമില്ല. ഞാൻ ഇറങ്ങുവാൻ ഡോക്ടർ അന്വേഷിച്ച് പറഞ്ഞു കേട്ടോ. ശരിയാണ്. ഓരോരുത്തരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഏതോരോരുത്തരുടെ അപ്പുറത്ത് പിന്നെയും വഴക്ക്. സത്യപാലൻ സാറും ആർച്ചയും കൂടെ വഴക്കാന്ന് പവിത്രം എന്ന് പറഞ്ഞു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കരുതെന്ന്? നിനക്കിത് എന്തിന്റെ കേടാടി? ഇതെന്തൊരു കൂത്ത്? ഞാൻ അവിടെ പോയൊന്നും അന്വേഷിച്ചൊന്നുമല്ല. പവിത്രൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ. പറയുമ്പോ ഇങ്ങനെ ചെവി പൊത്തി പിടിച്ചിരിക്കണോ? കേട്ടുപോയി. എന്റെ ഇങ്ങനൊന്നും കാണിക്കൊന്നും വേണ്ട. ഇവരെന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്കടിച്ചോണ്ടിരിക്കുന്നത്? ആ സത്യപാലൻ സാർ വെറും പാവം. അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. എടി, ഒരു കുടുംബം ആകുമ്പോ വഴക്കൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താവ് എപ്പോഴും സ്നേഹത്തോടെ ഒന്നുമല്ല കഴിയണത്. അവർ തമ്മിൽ പിണങ്ങും ഇണങ്ങും അങ്ങനെയൊക്കെയാണ് ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് 10-12 കൊല്ലമായി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്നേ പിരിഞ്ഞേനെ. ശ്വാസം വിട്ട് തന്നെ പറഞ്ഞ. അല്ലല്ലോ, അവരുടെ കാര്യം പറയുമ്പോ ഒടുക്കത്തെ ന്യായമാണ്. ന്യായം ഉണ്ടെങ്കിൽ ന്യായം പറയും. എന്റെ ഇച്ഛായ അവരാണ് അവിടെ വഴക്കടിക്കണേന്ന്. അങ്ങേര് വെറും പാവാന്ന്. എന്റെ കൊച്ചിനോട് ഇത് ആരാ പറഞ്ഞത്? പവിത്രൻ. ആ നാറിക്ക് ഇത് എന്തിന്റെ കേടാണ്? അവിടെ കേൾക്കണം, ഇവിടെ വന്ന് പറയും. ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറയും. നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് ആർക്കറിയാം? ഫസ്റ്റ് നമ്മളെ പറ്റിട്ട് എന്ത് പറയാനാ? ഒന്നും പറയല്ല. നമ്മൾ തമ്മിൽ വഴക്കടിക്കുന്നുണ്ടാ? നമ്മളെ പോലെ സ്നേഹമായിട്ട് പോകുന്ന ഏത് ഫാമിലി ഉണ്ട് ഈ ഏരിയയില്? നിന്നെ പോലെ സ്നേഹസമ്പന്നയായ മിടുക്കിയായ ഒരു ഭാര്യ ഒരു വീട്ടിലുണ്ടെങ്കിൽ വഴക്കുണ്ടാകത്തേ ഇല്ല. എന്റെ മോള് സൂപ്പർ അല്ലേ? എന്നെ അങ്ങനെ അങ്ങ് പുകഴ്ത്തൊന്നും വേണ്ട. പുകഴ്ത്തിയല്ലടി. എന്നെ പറ്റി എനിക്കറിയാം. മോക്ക് മോളെ പറ്റി നല്ല ധാരണ ഉണ്ടാ? അറിയാം. സ്വയം നന്നായിട്ട് അറിയാം. അത് മതി. പിന്നെ നമുക്കൊന്ന് അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് വരാം. എത്ര നാളായി അമ്മച്ചിനെ കണ്ടിട്ട്? നടക്കത്തില്ലടി, ലീവില്ല. മാത്രമല്ല ഹോസ്പിറ്റലിൽ നല്ല തിരക്കാ. ഇച്ചാനും ലീവില്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാം. എന്നാ നീ പൊക്കോ. പൊക്കോന്നേ, നീ തന്നെ തീരുമാനിച്ച് ഏത് ഡേറ്റിലാ പോകുന്നതെന്ന് വെച്ചാ നീ പൊക്കോടി. എന്തുവാ? എന്റെ പൊന്നു മോള് പോയിട്ട് വാടി. എന്താ ചേച്ചി? വന്ന് ഇച്ചാൻ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ ചാരു. വല്ലപ്പോഴും ഞാനൊരു ആഗ്രഹം പറയുന്നത്. അതിനിങ്ങനെയാണ് എന്നോട് പെരുമാറേണ്ടത്? ചേച്ചി കാര്യം പറ. ഞാൻ ഇച്ചാനോട് പറഞ്ഞു എനിക്കൊന്ന് വീട്ടിൽ പോണം. ഞാൻ അമ്മച്ചിനെ കണ്ടിട്ട് 2-3 മാസമായെന്ന്.
ഞാൻ ഈ പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടാ? ഇല്ല, സാറ് സമ്മതിച്ചില്ലേ? ഷേ, അതെന്തൊരു ന്യായമാ അത്? ചേച്ചിയുടെ അമ്മച്ചിയെ കാണാൻ പോകുന്നതിൽ ഇത്ര വലിയ തെറ്റെന്തോ ഇരിക്കുന്നു? ഇങ്ങനെ തടസ്സം പറയുന്ന ഭർത്താക്കന്മാരൊന്നും സമ്മതിച്ചു കൊടുക്കരുത് ചേച്ചി. ഇച്ചായ സമ്മതിക്കുകയൊക്കെ ചെയ്തു. പിന്നെന്താ? ഞാൻ ഇച്ചായനോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞു. അപ്പൊ ചാടി കയറി ഇച്ചായൻ പറയാ പൊക്കോളെ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും ഇച്ചായന്റെ ഒരു കുഴപ്പമില്ലാന്ന് എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? പിന്നെ അല്ലാതെ ഇതിപ്പോ ഇച്ചാൻ എന്നോട് പോവണ്ടെന്നാ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചേനെ. ഇതിപ്പോ ഞാൻ ഇച്ചാന്റെ പുറകെ നടന്ന് 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 ഇച്ചായ മനസ്സില്ലാ മനസ്സോട് സമ്മതിക്കണം. അതല്ലേ സ്നേഹം? ആണോ? ആ ദുഷ്ടൻ. ഇതിപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയാ മതി എന്നാ ഇച്ചാന്റെ വിചാരം. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ആഹാ. ആർച്ചേ, ഒരു ചായ തരാവോ? ഞാൻ പറയുന്നതേ, മെമ്പറെ പറഞ്ഞ് വീട്ടിൽ വിടുന്നതല്ലേ നല്ലത്. സാറിന്റെ സമ്മതത്തോടു കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അതല്ല എന്നുണ്ടെങ്കിൽ മെമ്പർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ചിലപ്പോൾ തിരിച്ചു പോകുന്നില്ലെന്നും ഇരിക്കും. ആർച്ചേ, ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കുന്നേ. ആർച്ചേ, ഞാൻ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായത്. എന്ത് കാര്യം? അല്ല, നീ അച്ഛനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? അതിപ്പോഴാണോ മനസ്സിലായത്? അല്ല, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്. ഞാൻ പോണ്ടെന്നൊക്കെ പറഞ്ഞത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല പറഞ്ഞത്. അറിയാം, സത്യേട്ടന് ഇവിടെ അടുക്കള പണി ചെയ്യാൻ ഒരാള് വേണം. ഞാൻ പോയ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൊളാവും. അതല്ലേ കാര്യം? എന്തോ നേർച്ച ഈ പറയുന്നത്? ഇപ്പൊ 2 ദിവസം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ? ആ, ഹോട്ടലിൽ നിന്ന് വാങ്ങണേ പൈസ കൊടുക്കണല്ലോ. അതിന് മടിയല്ലേ? എന്ത് മടി? ഒരു മടിയില്ല. പിന്നെ ഞാൻ പോയ എന്താ പ്രശ്നം? ഞാൻ പറയാം, നമ്മള് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഒരുപാട് പിരിഞ്ഞു തിരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. കാര്യം നമ്മൾ 1-2 പറഞ്ഞൊക്കെ വഴക്കിടാറുണ്ട്. പക്ഷെ അതൊക്കെ സ്നേഹം കൊണ്ടല്ലേ ആർച്ചേ? നീ 2-3 ദിവസമൊക്കെ ഇല്ല അങ്ങനെ നിന്നെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്? നിനക്ക് വിശ്വാസമായില്ല? ഞാൻ സത്യമാണ് പറഞ്ഞത്. ഈ ഡയലോഗ് സത്യേട്ടൻ എവിടെ നിന്ന് പഠിച്ചു? ആർച്ചേ, ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയല്ലേ കേട്ടോ. എടുത്തു കാണിച്ച് ചങ്കാണെന്ന് തോന്നണ്ടേ? ആർച്ചേ, ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. എന്ത് പറഞ്ഞാലും ഞാൻ നാളെ പോവും. ഓക്കോ? ഞാൻ പോകേണ്ടത് ആര് പറഞ്ഞു? ആർച്ച വേറെ ഒന്നുമല്ലല്ലോ, ആർച്ചയുടെ വീട്ടിലേക്കല്ലേ പോകുന്നേ. അതിനെന്താ? എന്ത് പറ്റി? എന്ത് പറ്റാൻ? ഞാൻ പറഞ്ഞില്ലേ ആർച്ചേ, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴാണ് നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നിയത്. എന്ന് വെച്ചാ? ആർച്ച നാളെ വീട്ടിൽ പോയിക്കോ. പോയിട്ട് മറ്റന്നാൾ തിരിച്ചു പോരണം. ഈ 3 ദിവസമൊക്കെ എന്തിനാ വെറുതെ അവിടെ പോയി? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ സത്യേട്ടാ, മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഞാൻ നാളെ പോയിട്ട് മറ്റന്നാൾ വരാനിരിക്കുകയായിരുന്നു. അതിൽ കൂടുതൽ ദിവസമൊക്കെ എനിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? സത്യേട്ടനെ പോലെ തന്നെയല്ലേ എനിക്കും. സത്യേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്കും പ്രയാസമല്ലേ? സാറേ, ചായ. ചേച്ചി പിണങ്ങി റൂമിൽ ഇരിക്കുക. സാറൊന്ന് വിളിക്കോ? തനിയെ പിണങ്ങിയല്ലേ, പിണക്ക തനിയെ മാറിക്കോളും. അല്ലെ എനിക്കൊന്നും ചെയ്യാനില്ല. ശരിക്കും പ്രശ്നം എന്താന്ന് വെച്ചാ, അടി കിട്ടാത്തതിന്റെ അസുഖമാണ്. അത് കറക്റ്റ് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ചേച്ചി ശരിക്കും വീട്ടിൽ പോവാൻ വേണ്ടിയിട്ടല്ല ചോദിച്ചത്. വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ സാറ് പോണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാവൂന്ന് പറയുമെന്ന് വിചാരിച്ചാ ചോദിച്ചത്. പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞപ്പോ ചേച്ചിക്ക് വിഷമമായി. സാറൊന്ന് വിളിച്ച ചേച്ചി പിണക്കം മാറ്റും. കോഴിയെ വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും അത് കരയും. കേട്ടിട്ടുണ്ടോ? ആലിസ, ആലിസ,
എടി എന്നടി ഇങ്ങനെ ചെറിയ കാര്യത്തിലൊന്നും പിണങ്ങല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? നിനക്ക് നിന്റെ അമ്മച്ചിയെ കാണാൻ പോണോന്ന് പറഞ്ഞു, ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ വലിയ സംഭവമാണോ? എനിക്ക് ഇച്ചായന്റെ മനസ്സിലിരിപ്പ് നല്ലപോലെ മനസ്സിലായി. എന്നാ? ഞാൻ ഇവിടുന്ന് ഒന്ന് മാറിത്തരണം, അതല്ലേ ഇച്ചായന്റെ മനസ്സിലിരിപ്പ്? ഞാൻ അങ്ങനെ പറഞ്ഞു? എന്ത് എന്നെ അത്രക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇച്ചായൻ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. എന്നാടി എന്നെ അടിയുന്ന ഞാനൊന്ന് പൊക്കോട്ടെന്ന് ചോദിച്ചപ്പോ അത് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന പോലെ ചാടി കയറി പറയുക പൊക്കോളാനായിട്ട്. ഞാൻ ഇച്ചായന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഇച്ചായന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. വേറെ ആരെങ്കിലും കേട്ടാൽ നിനക്ക് വട്ടാണെന്ന് പറയും. വേറെ ആരും പറയത്തില്ല, ഇച്ചായൻ തന്നെ പറയൂ എനിക്ക് വട്ടാണെന്ന്. കാരണം എല്ലാവരുടെ മുമ്പിൽ എന്നെ വട്ടാക്കി കാണിക്കണമെന്നുള്ള ഏറ്റവും ഉത്സാഹം ഇച്ചായന് മാത്രമാ. ഇച്ചായൻ ഒരു ദിവസം മനസ്സിലാക്കും എന്റെ ഉള്ളിലുള്ള സ്നേഹം. അലിസേ, നിന്റെ കണക്കിന് ഈ ചോദ്യം വരുമ്പം ഞാൻ എങ്ങനെയായിരുന്നിരിക്കാൻ ഉത്തരം പറയേണ്ടിയിരുന്നത്? ഇച്ചായ, ഞാൻ ഇച്ചായനോട് പൊക്കോട്ടെന്ന് ചോദിക്കുമ്പോ ഇച്ചായന്റെ മുഖത്തൊരു സങ്കടം വരായിരുന്നല്ലോ. എന്റെ പൊന്നാലിസേ, നീ ഇവിടുന്ന് പോയാ ഞാൻ ഒറ്റയ്ക്കാവത്തില്ലേ? നീ ഇവിടുന്ന് പോയാ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്ന് ചോദിച്ചില്ലല്ലോ. നിന്നെ കാണാതെയും നിന്റെ അടുത്തിരിക്കാതെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തോരം വിഷമായിരിക്കും എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ എന്തു പറയും? എന്റെ ഇച്ചായ ഇച്ചായ ഞാൻ പൊക്കോട്ടെ ഇച്ചായ, ഞാൻ പൊക്കോട്ടെ ഇച്ചായ എന്ന് പറഞ്ഞ് ഇച്ചായന്റെ പുറകെ നടക്കും. അപ്പൊ ഇച്ചായ മനസ്സില്ലാ മനസ്സോടു കൂടി പറയും, നീ ഒരാഴ്ച നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് വാന്ന് പറയും. അങ്ങനെയായിരുന്നു പറയേണ്ടത്. സ്നേഹമുള്ളവർ അങ്ങനെയാ പറയുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ഈ ഡയലോഗ് നേരത്തെ എഴുതി തന്നിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇതുപോലെ പറഞ്ഞേനെ, തെറ്റാതെ. ഇതൊക്കെ എഴുതി തന്നിട്ടല്ല പറയുന്നത്, ഇതൊക്കെ ഉള്ളിന്ന് വരണം, ഉള്ളിന്ന്. ആലിസേ, ആലിസേ, എടി വീട് നമുക്കൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാം. നീ വാ. ഇല്ല, പ്ലീസ് ആലിസേ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാ വരത്തില്ല, വിട്ടേ പോ. ശരി, എനിക്ക് തെറ്റുപറ്റി, നീ എന്നോട് ക്ഷമിക്ക്. നീ ഇതേ ചോദ്യം ഒന്നുകൂടെ ചോദിക്ക്. ഞാൻ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉത്തരം പറ. ചോദിക്കട്ടെ? ചോദിക്ക. ഇച്ചായ, അമ്മച്ചിനെ കണ്ടിട്ട് എത്ര ദിവസമായി നമുക്കൊന്ന് വീട് വരെ പോകാം ഇച്ചായ? ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിയ മൂട്ടുകാലികൾ തല്ലി ഓടിക്കും. എന്തിനാണ് ഈ വിവാഹം കഴിക്കുന്നത്? നിന്റെ അമ്മച്ചയെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ല, ഭർത്താവിന്റെ കാര്യം നോക്കാനാണ്. ഭർത്താവിന് ആഹാരം വെച്ചു കൊടുക്കണം, അവളുടെ തുണിയും കഴുകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അല്ലാതെ നിന്റെ വീട്ടിൽ പോയിരിക്കാനാണെങ്കിൽ നീ അവിടെ ഇരുന്നേക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്ന് ഓട്ടിച്ച നിന്റെ 32 പല്ല് ഞാൻ താഴെയിടും. മതിയോടി? ഞാനൊന്ന് പേടിച്ചു പോയി ചായ. ഇങ്ങനെ പറയണോ അതോ നേരത്തെ പറഞ്ഞ പോലെ മതി? ഞാനൊന്ന് പേടിച്ചു പോയി. എന്റെ പൊന്ന് പേടിച്ചാടാ.